ഇതാണ് കേട്ടോ കൂട്ടുകാർ, നമ്മുടെ ഇമ്മുവിൻ്റെ പല്ല് ഇതാണ്. ഇതാണ് ഇമ്മാനും എൻ്റെ പല്ല്. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ ജീവിതത്തിൽ മകൻ്റെ പല്ല് പറിച്ചു. ആട്ടി കാണിക്കണം, ചുണ്ടിങ്ങനെ വിളിക്കണ ഇങ്ങനെ വിളി എവിടെ ചെയ്തതല്ല ആട്ടിക്ക് നിൽക്കാൻ. അങ്ങനെ നീ ചുണ്ടു ഞാൻ കാണിച്ചെടുക്കട്ടെ. നീ ചുണ്ട് വാവിളി, റോസിനെ വാവിളിച്ചേടി, ഇങ്ങനെ വാവിളിച്ചിറക്കി ഇങ്ങനെ വിളിച്ചേ, റോസിനെ വിളിച്ചേ, കറക്റ്റ് വിളി, ഇങ്ങനെ വിളി, നീ ഫോൺ വിളി വിളിക്കും. ഇതുണ്ട് മറ്റേ ആട്ടി ഇതുണ്ടോ റോസ്, അതല്ല ഇതാണത്, ഇതുണ്ടോ റോസ്, ഇതുണ്ടോ അങ്ങനല്ല ഇങ്ങനെ വിളിക്കാച്ചേ. ഇതാണ് ആ പല്ല്. അതിൽ ഇത് കാണിച്ച് പറഞ്ഞു വന്നാ ഇതുണ്ട്, ഇതാണ് പല്ല് വിട്ടേ. ആ കാണിച്ചേ, ഇതുണ്ടോ കൂട്ടുകാർ, ഇതാണ് പല്ല്. ഇതാണോ നീ ഇങ്ങനെ വിളി വിട്ടിട്ട് നൂലെടുത്തത് നൂല്. ഒരു പല്ല് ഡോക്ടർ വന്നിട്ടുണ്ട്. പുതിയൊരു ഐറ്റം വെച്ചിട്ട് പല്ല് പറിക്കുന്നേ. മകന്റെ പല്ലിലാണ് ആദ്യം പരീക്ഷണം. എന്ത് സംഭവം, എന്താ ടൂളെന്താ? നൂലാണോ? എന്തുവാണത്? ഹിപ്പോപ്പൊട്ടാമസിന്റെ വായാണോ? ഇങ്ങനെ വിളി, മാ പൊളിക്കല്ലേ, അങ്ങനെ പൊളിക്കല്ലേ, നീ മര്യാദക്ക് വിളി. നീ കെട്ടട്ടെ, കെട്ടട്ടാ, കെട്ടട്ടോ നീ കേട്ടുക. ഇത് താഴെ ഉടക്കിയേക്കുന്നേ ഇട്ടേ. നീ മര്യാദക്ക് ഇരിക്കുമ്പോ അല്ല, നിനക്കൊന്നും തിന്നാൻ പറ്റൂല. പല ഡോക്ടർ പറയുന്നത് അനുസരിക്കും മകനെ, അല്ലെങ്കിൽ നിന്ന് പട്ടിണി നടക്കേണ്ടി വരും. നീ കയറ് വെക്കുന്നോ? അതാണോ പല്ല് തന്നോ? ഇതാണ് കേട്ടോ കൂട്ടുകാർ, നമ്മുടെ ഇമ്മുവിൻ്റെ പല്ല് ഇതാണ്. ഇതാണ് ഇമ്മാനും എൻ്റെ പല്ല്. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ ജീവിതത്തിൽ മകൻ്റെ പല്ല് പറിച്ചു. സാധാരണ അടിച്ചാണ് പറിക്കേണ്ടത്, അതിനൊന്നും അവസരം ഉണ്ടായില്ല. നിന്റെ കൈ മൊത്തം തീ ഇരിക്കുന്ന പൗഡറൊക്കെ വേണ്ടെങ്കിൽ ഓക്കെ. നീ അടുത്ത നിയമം വരയ്ക്കല്ല, നിന്റെ പല്ല് ഇതേപോലെ അടിച്ചു പറിക്കും.